ഹായ്, എൻ്റെ പേര് നാസർ. ഞാനാണ് സൈറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്യൂട്ടോറിയലാണ്. ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ പോകുക, അതായത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ. ഇതാണ് നിങ്ങളുടെ URL വരുന്നത്. ഇതാണ് URL വരുന്നത്. ദെൻ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ അതിൽ എൻ്റർ ചെയ്യുക. ദെൻ ലോഗിൻ ചെയ്യുക. ഇതാണ് നിങ്ങളുടെ സൈറ്റിന്റെ ബാക്ക് എൻഡ് വരുന്നത്. ഇതിൽ നിങ്ങൾ പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടാബിൽ പോകുക, അതിൽ ആഡ് ന്യൂ പ്രോഡക്റ്റ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ലിനോവ A7000. ഇവിടെ നിങ്ങൾ മൊബൈലിന്റെ ഇത് കൊടുക്കുക, പിന്നെ വന്നിട്ട് നിങ്ങളുടെ അഡ്രസ് ഇതിന്റെ മൊബൈലിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ കൊടുക്കുക. ഇപ്പൊ ഞാൻ ലിനോവയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെസിഫിക്കേഷൻ എടുത്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. ജസ്റ്റ് സിംപ്ലി നിങ്ങൾ ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക, ദെൻ നിങ്ങളുടെ ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കാര്യങ്ങളാണ്. അത് SKU എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഐറ്റം കോഡാണ്. മീൻസ് നിങ്ങൾ തന്ന എക്സലിൽ നിങ്ങളൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ കോഡ്, അതായത് ഇതൊരു യുണീക്ക് കോഡ് ആയിരിക്കണം, ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെന്റ് കോഡ് ആയിരിക്കണം. അപ്പോൾ ആ കോഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വന്നിട്ട് 153 നിങ്ങളുടെ ഇത് വരുന്നത്, SKU വരുന്നത്, അത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ പ്രൈസ് വരുന്നത് 10299 ആണ്. അത് സെയിൽസ് പ്രൈസിൽ കൊടുക്കുക. ഫസ്റ്റ് വന്നിട്ട് റെഗുലർ പ്രൈസ് ആണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും എമൗണ്ട് കൂടുതൽ വേണം. അതായത് നിങ്ങൾ 10,599 ആണ് ഇതിന് പ്രൈസ് വരുന്നത്, നിങ്ങൾ വിൽക്കുന്നത് 10,299. ദെൻ നിങ്ങൾക്ക് ഇവിടെ പ്രീസെറ്റ് സെലക്ട് ചെയ്യാം, അതായത് 50% ഓഫ്, 10% ഓൺ സെയിൽ. തൽക്കാലം ഞാൻ ഓൺ സെയിൽ എന്ന് പറഞ്ഞതാണ് കൊടുക്കുന്നത്. ദെൻ നിങ്ങളുടെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് നെക്സ്റ്റ് കൊടുക്കുന്നത്. അത് വന്നിട്ട് ഞാനൊരു ഷോർട്ട് ആയിട്ടുള്ള ലിനോവയുടെ സൈറ്റിൽ നിന്ന് തന്നെ ഒരു ഇതെടുത്തിട്ട് അതാണ് കൊടുക്കുന്നത്. അതവിടെ എൻ്റർ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് കാറ്റഗറി. നമുക്കിപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ എല്ലാ കാറ്റഗറിയും വരുന്നത്. ഇപ്പം മൊബൈൽ ആയതുകൊണ്ട് മൊബൈൽ എന്ന് പറഞ്ഞ കാറ്റഗറി ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്റ്റിന്റെ ഇമേജ്. അത് ഇവിടെ വന്നിട്ട് പ്രൊഡക്റ്റ് ഇമേജ്, സെറ്റ് പ്രൊഡക്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയുള്ള പിക്ചർ നമുക്ക് വെബിൽ നിന്ന് എടുക്കാം. നിങ്ങളുടെ ഫോണിന്റെ മോഡൽ നമ്പർ കളറും കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഇമേജസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇമേജ് കിട്ടും. അപ്പോൾ വന്നിട്ട് ഞാനൊരു ഇമേജ് എടുത്ത് സേവ് ചെയ്യുകയാണ്. ഞാനത് സേവ് ചെയ്തു. ദെൻ നമുക്ക് അത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇമേജ് ആയിട്ട് ആഡ് ചെയ്യാം. സെറ്റ് പ്രൊഡക്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. ദെൻ അപ്ലോഡ് എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സെലക്ട് ഫയൽ കൊടുക്കുക. നിങ്ങളുടെ സിസ്റ്റത്തിൽ എവിടെയാണോ ഫയൽ കിടക്കുന്നത് അവിടെ പോയിട്ട് ഇത് സെലക്ട് ചെയ്യുക. മൈ കമ്പ്യൂട്ടർ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ജീനാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ ഓപ്പൺ ചെയ്യുക. അത് ഫുൾ ലോഡ് ആയി കഴിഞ്ഞ ശേഷം സെറ്റ് പ്രൊഡക്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ആയി, പ്രൊഡക്റ്റിന്റെ ഇമേജ് ഇവിടെ ആഡ് ആയി. ദെൻ ഓൾമോസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വ്യൂ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരും.
ഇതാണ് ഞാൻ പറഞ്ഞ പ്രീസെറ്റ്. നിങ്ങൾ നേരത്തെ 10% കൊടുത്തായിരുന്നെങ്കിൽ, അതായത് ഇവിടെ 10% കൊടുത്തായിരുന്നെങ്കിൽ അതേ സമയത്ത് ഇവിടെ 10% എന്ന് വരും. ഇപ്പൊ സെയിലായി കൊടുത്തുകൊണ്ട് സെയിൽ വന്നു. അതുപോലെ തന്നെ ഇതാണ് പ്രൊഡക്റ്റിന്റെ ടൈറ്റിൽ വരുന്നത്, പ്രൊഡക്റ്റ് നെയിം വരുന്നത്, ഇതാണ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ വരുന്നത്, ദെൻ ഇതാണ് ബാക്കി ഡീറ്റെയിൽ വരുന്നത്. ദെൻ പ്രൈസ് വരും, SKU ഇവിടെ വരും, കാറ്റഗറി വരും. ഇത്ര സിമ്പിൾ ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്യുന്നത്. അതിന് വന്നിട്ട് പ്രൊഡക്റ്റിൽ പോകാം, അതിൽ കാറ്റഗറി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ന്യൂ കാറ്റഗറി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, എൻ്റർ ചെയ്യാം. അതായത് ഞാനിപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഇതൊക്കെ ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇട്ടുള്ളൂ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആഡ് ന്യൂ പ്രൊഡക്റ്റ് കാറ്റഗറി കൊടുക്കാം. ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടോ അത് ഇവിടെ ആഡ് ആയി. ഞാനിപ്പോൾ ഇത് നമ്മുടെ സൈഡിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. പിന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇതാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ രാഹുലിനോട് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ എൻ്റെ മെയിൽ ID nasir@outlook.com എന്നാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ചാൽ മതി. മെയിൽ അയക്കുകയോ എന്നെ കോൺടാക്ട് ചെയ്യുകയോ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുകയോ എന്താ വെച്ചാൽ ചെയ്യാം. രാഹുലിൻ്റെ നമ്പർ വാങ്ങിയാൽ മതി. ഇതിപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓരോ കാറ്റഗറിയിലെയും പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്.